welcome back again to Bees Hello Happiness, where I do videos on beauty, bliss and wellness. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യമേ ചെയ്തിരുന്ന ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി മേക്കപ്പ് ഞാൻ ആദ്യം ഒരെണ്ണം ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. വേറെ ഇൻട്രൊഡ്യൂസിങ് മോർ പ്രോഡക്ട്സ്. അപ്പോൾ നിങ്ങളായിരിക്കും ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് എവിടെ പോകാണെന്നല്ലേ? ഒബ്വിയസ്ലി മേക്കപ്പ് ഇട്ട് നമ്മൾ ആരും എങ്ങും പോകുന്നില്ല. ഇറ്റ് ഇസ് എ ലോക്ക്ഡൗൺ പീരിയഡ്. നമ്മൾ ആരും എങ്ങും പോകുന്നില്ല. ബട്ട് സ്റ്റിൽ വി ക്യാൻ ഓൾ ഡു തിങ്സ് ദാറ്റ് വി ഓൾ ലവ്. അതായത് മേക്കപ്പ് ട്യൂട്ടോറിയൽസ് കാണാൻ ഇഷ്ടമുള്ളവരുണ്ട്. കുറച്ച് മേക്കപ്പ് കിട്ടുമെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ന്യൂ കൂൾ റൈറ്റ് നൗ. So maybe we can put a little bit of makeup at home as well. Makeup tutorials ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട് like me. So whatever makes you happy, you can just go for it. ഞാനിപ്പോൾ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. Just do things that makes you happy, that's it. So ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട് which will definitely help you up your makeup game. So അധികം സമയം കളയാതെ let's jump into the video. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി എൻ്റെ മുഖം മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ മോയ്സ്ചറൈസിങ് നമ്മൾ സ്റ്റെപ്പ് ചെയ്യാൻ നിങ്ങളെ കാണിക്കുന്നത് ഓൾറെഡി നിങ്ങളെ പുറത്താണ് കാണിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓൾവേസ് മോയ്സ്ചറൈസ് യുവർ സ്കിൻ, സ്പെഷ്യലി ഡ്രൈ സ്കിൻ ഉള്ളവർ മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത സ്റ്റെപ്സിലേക്ക് പോകാവൂ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്, ഒരു പ്രൈമറാണ്. ഇനി എന്തിനാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. അതായത് അത്യാവശ്യം കുറേ പോർസ് ഒക്കെ ഉള്ളവരുണ്ടാവും, മുഖത്ത് അത്യാവശ്യം നന്നായിട്ട് പോർസ് ഒക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ പ്രൈമർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോർസിനെ ഫില്ല് ചെയ്യും. മാത്രമല്ല നമ്മുടെ ഒരു മുഖം എന്ന് പറയുന്നത് ഒരു ക്യാൻവാസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ക്യാൻവാസ് സ്മൂത്ത് ആക്കിയിട്ട് നമ്മൾ വരയ്ക്കുന്നു എന്നുള്ളൊരു അവസ്ഥയാണ് പ്രൈമർ എന്ന് പറയുന്നത്. മാത്രമല്ല മേക്കപ്പ് നന്നായിട്ട് കുറച്ച് നാളും കൂടെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് നാളില്ല, കുറച്ച് നേരം കൂടെ ലാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥയാണ് പ്രൈമർ ചെയ്യുന്നത്. സോ പ്രൈമർ ബേസിക്കലി ഒരു ബേസാണ്, ഒരു പ്രോപ്പർ ബേസിന് വേണ്ടിയാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുഖത്ത് എത്രമാത്രം പോർസ് ഉണ്ട് അതനുസരിച്ച് യൂസ് ചെയ്താൽ മതി. എനിക്ക് ബേസിക്കലി പ്രശ്നങ്ങൾ വരാറുള്ളത് മൂക്കിൻ്റെ ഭാഗത്തായിട്ടാണ്. സോ ഞാൻ മൂക്കിൻ്റെ അവിടെയായിട്ടാണ് കൂടുതൽ നോക്കുന്നത്. ആൻഡ് ജസ്റ്റ് ഏരിയാസ് വരെ രീതി പോർസ് എനിക്ക് ഫില്ല് ചെയ്യണം എന്നുള്ള ഏരിയാസ് മോയ്സ്ചറൈസർ ചെയ്യുന്ന പോലെ കംപ്ലീറ്റ്ലി എടുത്ത് മുഖത്ത് ഫുള്ള് അപ്ലൈ ചെയ്യരുത്. ജസ്റ്റ് ഇൻ ദി ഏരിയാസ് വെർ യു തിങ്ക് യുവർ പോർസ് ആർ വെരി ബിഗ് or you want to fill your pores. Okay, so that is what a primer does. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ പ്രൈമർ കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൺസീലറാണ്. അപ്പോൾ കൺസീലർ ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ മേബ്ലിൻ്റെ ഫിറ്റ്മീൻ്റെ കൺസീലറാണ്. 25 ആണ് നമ്പർ. ദിസ് ഈസ് ഓൾസോ വെരി ബ്രില്യൻ കൺസീലർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൺസീലറാണ്. റാദർ മറ്റേ നമ്മുടെ ഏജ് റിവൈൻഡ് കൺസീലറിനെ കാട്ടുള്ളൂ എനിക്കിഷ്ടം ഈ ഒരു കൺസീലറാണ്. ഏജ് റിവൈൻഡ് എനിക്ക് കുറച്ച് തിക്കായിട്ട് തോന്നിയിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് ലൈക്ക് എ ബെറ്റർ കൺസീലർ. സോ ഇത് എൻ്റെ ഷെയ്ഡിൽ തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡ് മീഡിയമാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ സ്കിൻ ടോൺ ആണെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദിസ് വൺ. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് കുറച്ച് മാത്രം ആദ്യം അപ്ലൈ ചെയ്യുക. ആവശ്യമുണ്ട് കൺസീൽ ചെയ്യണം എന്ന് തോന്നുന്ന ഏരിയാസിൽ മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ഒരു കളർ പിഗ്മെൻറ്റേഷൻ ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്ന ഏരിയാസിൽ മാത്രം ചെയ്യുക. So that was my concealer. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷനാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ ഫിറ്റ്മീൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻസ് എപ്പോഴും നമ്മുടെ സ്കിൻ ടോണിന് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. ഒരു കാരണവശാലും കുറച്ചുകൂടി ലൈറ്ററോ ഡാർക്കറോ ആവാൻ പാടില്ല. നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പക്ഷേ അത് നിങ്ങൾക്കൊരു കറക്റ്റ് ഫിനിഷ് തരത്തില്ല. ഓക്കെ, സോ എപ്പോഴാണെങ്കിലും ഫൗണ്ടേഷൻ എപ്പോഴും നിങ്ങളുടെ സ്കിൻ ടോണിന് കറക്റ്റ് ആയിരിക്കണം. സോ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോവാണ് എന്നുള്ള ഒരാൾ ഉറപ്പായിട്ടും ഒരു സ്റ്റോറിൽ പോയി തന്നെ വാങ്ങണം. ആൻഡ് ഈ ഫൗണ്ടേഷൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറിൽ പോയിട്ട് കയ്യിലല്ല മുഖത്ത് നമ്മുടെ ഈ ചീക്സിൻ്റെ ഈ ഒരു ഏരിയയിൽ വേണം നമ്മളത് ട്രൈ ചെയ്ത് നോക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ മുഖത്തിൻ്റെ കറക്റ്റ് ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ ഫിറ്റ്മി ഫൗണ്ടേഷനാണ്. 230 നാച്ചുറൽ ബഫാണ്. സോ ഇതെൻ്റെ സെയിം ഷെയ്ഡ് തന്നെയാണ്. സോ നിങ്ങൾ എൻ്റെ ഷെയ്ഡാണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഗോ ഫോർ ദിസ് വൺ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു സ്റ്റോറിൽ പോയി തന്നെ നോക്കണം. ആൻഡ് ഇപ്പം ഫിറ്റ്മിയുടെ ഈ ഫൗണ്ടേഷൻസിന് കൂടുതൽ പമ്പ് വരുന്നുണ്ട്. സോ വിച്ച് ഈസ് എ ഗുഡ് തിങ്. അപ്പം ഞാൻ ഒറ്റ പമ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. കൺസീലറിൻ്റെ കാര്യം പറയുന്നത് തന്നെ ആദ്യം ചെറിയ ഇതിന് മാത്രം എടുക്കുക, കുറച്ച് എമൗണ്ട് മാത്രം എടുക്കുക. ആൻഡ് ദെൻ ഓൺലി
പ്രോഗ്രസ് ടു മോർ തിങ്സ്. അപ്പം ഞാനിപ്പോൾ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ സെയിം ബ്ലെൻഡിങ് ഈ സ്പോഞ്ച് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. ഏതാണ് നിങ്ങളുടെ സൗകര്യം വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ബ്രഷ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പാക്കിൻ്റെ ഒരു 231 ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ബ്രഷ് യൂസ് ചെയ്യാം. ആമസോണിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും ബ്രഷസൊക്കെ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ സ്റ്റാർട്ട് വിത്ത് എ ലൈറ്റ് ഹാൻഡ്. ഒരു കാരണവശാലും അധികം ഫൗണ്ടേഷൻസിൽ സ്റ്റാർട്ട് ചെയ്തത് ഈ ഏരിയാസ് ഒക്കെ ഉണ്ട്, നമ്മുടെ ഹെയർ ലൈൻ ഏരിയാസ്, ഇതൊക്കെ കവർ ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ ആ ഒരു ഏരിയ വേറൊരു കളറും അകത്ത് വേറൊരു ഏരിയ പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഹെയർ ലൈൻ ഫിൽ ചെയ്യാൻ മറക്കരുത്. ഓൾസോ ബ്രിങ് ഇറ്റ് ഡൗൺ ടു യുവർ നെക്ക്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കൂടുതൽ അപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ ആദ്യമേ തന്നെ കൂടുതൽ അപ്ലൈ ചെയ്യരുത്. ഓൾസോ നിങ്ങൾ കണ്ണിൽ ഐഷാഡോയുടെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മറക്കരുത് കൺസീലർ കുറച്ച്, അതായത് എക്സ്ട്രാ എണ്ണയൊന്നുമില്ല, നിങ്ങൾ മുഖത്തിടുന്ന കൺസീലർ കുറച്ച് തന്നെ എടുത്തിട്ട് കണ്ണിൻ്റെ ഈ ഐഷാഡോ ഈ ഒരു പോർഷനിലായിട്ടും ഐലിഡ്സിൻ്റെ അവിടെ ആയിട്ട് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സ്മൂത്ത് ആപ്ലിക്കേഷൻ കിട്ടുള്ളൂ. And then the next step of the face is നമ്മുടെ കോമ്പാക്ട് പൗഡർ ആണ്, which is 230, the same one, natural buff 230. അപ്പോൾ കോമ്പാക്ട് പൗഡർ ആണെങ്കിലും വളരെ കുറച്ചെടുത്താൽ മതി, അധികം എടുക്കണ്ട. സോ ഐം ജസ്റ്റ് ടേക്കിംഗ് ദ സെയിം ഫൗണ്ടേഷൻ ബ്രഷ് എടുത്തിട്ട് അധികം വേണ്ട, ജസ്റ്റ് ടാപ്പ് എ ലിറ്റിൽ ബിറ്റ്. ഓക്കെ, ഡ്രൈ സ്കിൻ ഗേൾസ് ആണെങ്കിൽ വളരെ കുറച്ചെടുത്താൽ മതി. ഡു നോട്ട് ടേക്ക് എ ലോട്ട്. നിങ്ങളുടെ മുഖം ഭയങ്കര കേക്കി ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ എന്താണ് ഇത്രയും ബ്ലെൻഡ് ചെയ്യണം, പക്ഷെ നിങ്ങൾ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിനിഷ് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ എപ്പോഴും സ്റ്റിപ്ലിംഗ് ബ്രഷ് യൂസ് ചെയ്യാറുണ്ട്, എല്ലാം ഒരുമിച്ച് ഒന്ന് ജസ്റ്റ് ടു ബ്രിങ് എവറിത്തിങ് ടുഗെദർ. ഞാൻ സ്റ്റിപ്ലിംഗ് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് സ്റ്റിപ്ലിംഗ് ബ്രഷ് ഇല്ലെങ്കിൽ യു കൻ യൂസ് എനി അതർ ബ്രഷ് to just bring it together. Right, I think the base is okay. Base കുഴപ്പമില്ല എന്ന് ഫീൽ ചെയ്യണു. ലൈക്ക് ഓക്കെ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐസ് ആണ്. സോ ഐസിന് ഞാൻ അധികം ഭീകരമായിട്ടൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ആസ് യൂഷ്വൽ ഒരു കാജൽ ആൻഡ് മസ്കാര. സോ കാജൽ ആണെങ്കിലും ഞാൻ ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. സിൻസ് ഐ ഡോണ്ട് വോണ്ട് ലൈക്ക് ഹൈലൈറ്റഡ് ഐസ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ബ്രൗൺ യൂസ് ചെയ്യുന്നു. ഐസ് ബ്രൗൺ ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു സട്ടിൽ ഫീൽ ആയിരിക്കും. സോ ഐ യൂസിങ് എ ബ്രൗൺ കാജൽ. ഇത് നമ്മുടെ മെയ്ബ്ലിൻ്റെ തന്നെ, സോറി നോട്ട് മെയ്ബ്ലിൻ, ഇത് ലാക്മേയുടെ കാജലാണ്. സോ ഓക്കെ, സോ അതാണ് ബ്രൗൺ കാജൽ. സോ ഇറ്റ് ഡസൻറ്റ് ഗിവ് മി ലൈക്ക് എ ഹൈലൈറ്റഡ് ലുക്ക് തരില്ല, ജസ്റ്റ് സട്ടിൽ ഫീൽ മാത്രം. ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തെന്ന് പറയുന്നത് ഞാനൊരു കൊളോസലിൻ്റെ ഒരു മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്, മെയ്ബ്ലിൻ്റെ ദ യൂഷ്വൽ വൺ. ആൻഡ് ഞാൻ ആക്ച്വലി ലാഷ് കേൾ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ലാഷസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേൾ ചെയ്യാൻ മറക്കരുത്. അത് നല്ലൊരു ഡെഫിനിഷനാണ് തന്നത്. ലൈക്ക് മസ്കാര ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും നിങ്ങൾ കേൾ ചെയ്യണം, എന്നാൽ മാത്രമല്ല ലാഷിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഡെഫിനിഷൻ കിട്ടുള്ളൂ. മറന്നു പോയെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങളൊന്നും ചെയ്യാൻ മതി. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു ഇറ്റ് ഡൗൺ ആസ് വെൽ. എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. So that's it with my eyes. And next one എന്ന് പറയുന്നത് ഞാൻ അടുത്ത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബ്രൗ പെൻസിലാണ്, ഐബ്രോ പെൻസിലാണിത്. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് നായക്കയുടെ ഒരു ബ്രൗ ചിക്ക വാവ്, ദിസ് ഇസ് ഇൻ കോവൻ കോക്കോ. ഇതൊരു ചെറിയൊരു ബ്രൗണിഷ് ഷെയ്ഡാണ്. സോ ഐബ്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് എൻ്റെ ഐബ്രോസ് ഒക്കെ കണ്ടോ ഒരുമാതിരി മേ ഫോണൊക്കെയാണ് ഇരിക്കുന്നത് ഫുള്ളായിട്ട്, ഹെഡിൽ ഒരു കാര്യങ്ങൾ കുറയും. സോ ഐബ്രോ പെൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് ഷേപ്പ് കൊണ്ടുവരാൻ കഴിയും. ആൻഡ് ഐബ്രോ പെൻസിൽ ബേസിക്കലി എനിക്കൊന്ന് ജസ്റ്റ് ഈ ഒരു ഇങ്ങനത്തെ ജസ്റ്റ് എഴുതാൻ പറ്റുന്ന പോലെ പെൻസിൽസ് ഉണ്ട്. ഐബ്രോ പെൻസിലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എന്തായാലും വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ യു ക്യാൻ ചെക്ക് ദിസ് ഔട്ട്. അല്ലെങ്കിൽ ആമസോണിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഐബ്രോ പെൻസിൽസ് കിട്ടും. നമ്മുടെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. സോ എപ്പോഴും മേളിലേക്ക് ഷേപ്പ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ മേളിലേക്ക് ഷേപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഐബ്രോസിന് എത്രത്തോളം ആ ഒരു ലെങ്ത് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ യു ക്യാൻ ജസ്റ്റ് കീപ് ഷേപ്പിംഗ് ഇറ്റ് അപ്വേർഡ്സ്. ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ നമുക്ക് ഷേപ്പ് അനുസരിച്ച് യു ക്യാൻ റൈറ്റ്. ഓക്കെ,
അപ്പം അത്യാവശ്യം ജസ്റ്റ് ഈ ഒരു പെൻസിൽ എടുക്കുക ആൻഡ് ലൈറ്റ് ഹാൻഡഡ്, നേരെ കയറി വരയ്ക്കരുത്. ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ വെച്ചും ചിലർ ഐബ്രോസിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് നല്ല സ്പേസ് ഫീൽ ചെയ്യും, അവിടെയൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയും. ഓക്കെ, സോ ജസ്റ്റ് ഡ്രോ ഇറ്റ് വെരി ലൈറ്റ്ലി. ടേക്ക് യുവർ ടൈം. ഓക്കെ, മെല്ലെ ടേക്ക് യുവർ ടൈം ആൻഡ് ഡ്രോ. നിങ്ങൾക്ക് സ്പേസ് കുറവുണ്ട് അല്ലെങ്കിൽ അവിടെ എഴുതാം എന്ന് തോന്നുന്നിടത്ത് മാത്രം എഴുതുക. ആൻഡ് എൻ്റെ ഒരു ഇതിൽ ഐ ഡോണ്ട് മേക്ക് മൈ ഐബ്രോസ് വെരി പുഷി. ഞാൻ അങ്ങനെ എഴുതി കട്ട പോലെ ഇങ്ങനെ എഴുതി വെക്കാറില്ല. അപ്പോൾ എനിക്കതിനൊരു ആർട്ടിഫിഷ്യൽ ഫീലാണ് കിട്ടുന്നത്. നമുക്കൊരു നാച്ചുറൽ ഫീൽ കിട്ടാൻ ജസ്റ്റ് ഒരു 2-3 സ്ട്രോക്സ് കൊടുക്കുക. എവിടെ ഇത്തിരി ഫില്ലിങ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രം ഫില്ലിങ് ചെയ്യുക. ചിലർ നല്ല കട്ടിക്കായിട്ട് എഴുതി നല്ല വരച്ച പോലെ എഴുതാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതെനിക്കൊരു നാച്ചുറൽ ഫീൽ എനിക്ക് തോന്നാറില്ല. സോ ഐ ഡോണ്ട് ഡു ഇറ്റ്. പേഴ്സണലി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. നല്ലൊരു ബോക്സി ഐബ്രോസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എനിക്കൊരു നാച്ചുറൽ ഫീൽ തന്നെ ഇഷ്ടം. ജസ്റ്റ് എനിക്കൊന്ന് ഐബ്രോ ഫില്ല് ചെയ്യുക ആൻഡ് ജസ്റ്റ് ഒരു ചെറിയൊരു ഷേപ്പ് കൊടുക്കാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കാറുള്ളൂ. സോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ബേസിക്കലി ഐ ഡോണ്ട് ഗോ ഫോർ ബുഷി ബോക്സി ഐബ്രോ. ആക്ച്വലി ഡ്രോ ദിസ് ലൈൻ. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്ലോലി ഡ്രോ എ ലൈൻ ഓവർ ദർ. ഹെയറിനെ വെച്ച് തന്നെ നിങ്ങൾക്ക് സ്ലോലി ഡ്രോ ചെയ്യാം. ഇൻ കേസ് ഇങ്ങോട്ടെങ്ങാനും പടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ച് തന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ടൈം എടുക്കുക ആൻഡ് ഡു ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. You see this? My this eyebrow looks far neater than this. അല്ലേ? It looks far fuller ആണ്, കുറച്ചുകൂടി നീറ്റർ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഐബ്രോസ് ചെയ്യുന്നതെങ്കിൽ വളരെ ലൈറ്റായിട്ട് മാത്രം ചെയ്യുക. ഞാൻ ഇങ്ങനെയല്ല പെൻസിൽ പിടിച്ചേക്കുന്നത്. ഡോണ്ട് കം ക്ലോസർ ടു ദ പെൻസിൽ. ഞാൻ ഇങ്ങനെ അകത്തിയാണ് പിടിച്ചേക്കുന്നത്. ഇങ്ങനെ അകത്തി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ആ ഒരു വരയ്ക്കാനുള്ള ഒരു പൊസിഷൻ കിട്ടുള്ളൂ. സോ ഈ ഒരു ഐബ്രോയും ഞാൻ ഈ സെയിം പ്രോസസ്സ് ചെയ്യുകയാണ്. ഐബ്രോസ് ഡ്രോ ചെയ്തിട്ട് ഉറപ്പായിട്ടും 2 ഐതും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏത് ഐബ്രോയ്ക്കാണ് ആ വ്യത്യാസം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് ചെയ്ത് പോകാം. ഓക്കെ, സോ ഇനീഷ്യലി ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ എന്തായാലും ഉണ്ടാവും. സോ ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ. നിങ്ങൾക്ക് അത്രയ്ക്ക് ഐബ്രോ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ യു കൻ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ഇൻ ഐബ്രോ പെൻസിൽ ആൻഡ് ട്രൈ ഇറ്റ്. ആദ്യം ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾക്ക് തോന്നുമായിരിക്കും. ലൈക്ക് ഇനീഷ്യലി അത്രയും പെർഫെക്ഷൻ വരില്ല. ബട്ട് സ്റ്റിൽ യു ക്യാൻ കീപ് പ്രാക്ടീസിങ് ആൻഡ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഔട്ട്. സോ നല്ലൊരു ഐബ്രോ പെൻസിൽ നിങ്ങൾക്ക് ഇഷ്ടം ഓൾറെഡി ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നോ പ്രോബ്ലം, യു ക്യാൻ ആക്ച്വലി ഗോ വിത്ത് ഇറ്റ്. സോ യാ ദാറ്റ് ഇസ് മൈ ഐബ്രോസ്. സോ ഐബ്രോസ് ചെയ്യുന്നതിനൊരു വ്യത്യാസം വേറെ തന്നെയാണ്. നിങ്ങൾ ഐസിനൊരു ജസ്റ്റ് ഒരു മസ്കാറ ഇട്ട് ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ യുവർ ഐ മേക്കപ്പ് ലുക്സ് റിയലി കംപ്ലീറ്റ്. സോ അത്രേ ഉള്ളൂ എൻ്റെ ഐ മേക്കപ്പ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് ഇറ്റ്. സോ ഐ ജസ്റ്റ് ഡൺ മൈ മസ്കാറ, ജസ്റ്റ് ഒരു ബ്രൗൺ കാജൽ ആൻഡ് ദി ഐബ്രോസ്. ദാറ്റ്സ് ഓൾ ഐ ഡൺ. ആൻഡ് ദി നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ദിസ് ലിപ്സ്റ്റിക് ഐ ബി യൂസിങ് ഫോർ മൾട്ടിപ്പിൾ തിങ്സ്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിപ്സ്റ്റിക് ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് അപ്ലൈ ചെയ്യാണ്. യു ക്യാൻ സീ ഐം ജസ്റ്റ് അപ്ലൈയിങ് ഇറ്റ് ഓൺ മൈ ഹാൻഡ്. ആൻഡ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ കാണിച്ചു തന്നത് തന്നെ ഒരു പ്രോഡക്റ്റ് വെച്ച് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലോട്ട്സ് ഓഫ് പ്രൊഡക്ട്സ് വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ബ്ലഷ്. ഞാൻ അത് കഴിഞ്ഞ തവണ നിങ്ങൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ബ്ലഷായിട്ട് യൂസ് ചെയ്യാം. ബ്ലഷായിട്ട് യൂസ് ചെയ്യുമ്പം ഒത്തിരി ആവാതെ നോക്കുക, ഓവർബോർഡ് ആവല്ല്. ജസ്റ്റ് ലൈറ്റ് ഒരു നമ്മൾ ബ്ലഷും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു സ്കിന്നിലേക്ക് ജസ്റ്റ് നമ്മുടെ ഒരു നോർമൽ ആ ഒരു ബ്ലഡ് ഷെഡ് എന്നുള്ളൊരു കളർ കിട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു നാച്ചുറൽ ഫീല് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചുമന്നിരിക്കണം എന്നുള്ളതല്ല. ജസ്റ്റ് ആ ഒരു ഇറ്റ് ഗിവ്സ് ലൈക്ക് എ നൈസ് ബ്ലഷ്, എ നൈസ് ഫ്ലഷ് ഓഫ് ബ്ലഡ് വെച്ച്. ഓക്കെ, ചിരിച്ചിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ചിരിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ നമുക്ക് കുറച്ചുകൂടി പ്രൊജക്റ്റഡായിട്ട് കിട്ടും. സോ ചിരിച്ചിട്ട് ചെയ്യാം. ഈ സെയിം ഇത് തന്നെ ഞാൻ യൂസ് ചെയ്യണത് ഐ ഷാഡോയ്ക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കൈ വെച്ച് തന്നെ എടുക്കുക, എടുത്തിട്ട് കണ്ണ് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലൈ ഇറ്റ് ഓൺ ടു യുവർ ലിഡ്സ്.
ഒന്നുമില്ല, ജസ്റ്റ് ഗിവ്സ് ലൈക്ക് എ സ്മോൾ ഒരു കളർ, ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ബ്രൈറ്റ് ഷെയ്ഡ്സ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ചെറിയൊരു ഷെയ്ഡ് ഞാൻ കൊടുത്തേക്കുന്നത് ചെറിയൊരു ലൈറ്റ് പിങ്ക് കളറാണ്. സോ ഇറ്റ് ഗിവ്സ് ലൈക്ക് എ വെരി 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 സ്ലൈറ്റ് ബിറ്റ് ഓഫ് കളർ മാത്രമേ, ചെറിയൊരു ഡെഫിനേഷൻ മാത്രമേ അതിന് കൊടുക്കുന്നുള്ളൂ. അധികം വാരി കളിച്ചുള്ള കളറൊന്നും അതിനകത്തില്ല. സോ നിങ്ങൾക്കൊരു ഐ ഷാഡോ പാലറ്റ് വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അത്രയും എക്സ്പേർട്ടായി കഴിഞ്ഞ് മാത്രം ഒരു ഐ ഷാഡോ പാലറ്റ് വാങ്ങേണ്ട ആവശ്യം വരുന്നുള്ളൂ. സോ യു ക്യാൻ ജസ്റ്റ് കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. So you see that it just gives me a slight bit of color. എൻ്റെ ചീക്സിനാണെങ്കിലും ഐസിനാണെങ്കിലും ചെറിയൊരു ഡെഫിനേഷൻ. ഓവർബോർഡായിട്ട് ഒന്നും പോയിട്ടില്ല, എല്ലാം ഒരു ചെറിയ 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 ടിൻസ് ഓഫ് കളർ മാത്രം. ഈ മുകളിലാണെങ്കിലും ഒരു ചെറിയ ടിൻറ്റ് ഓഫ് പിങ്ക്, ബ്ലഷായിട്ടാണെങ്കിലും ഒരു ചെറിയ ടിൻറ്റ് ഓഫ് പിങ്ക് മാത്രമേ ഉള്ളൂ. ബട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടത് യൂസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഐ തിങ്ക് ഐ ഗോ ഫോർ എ ന്യൂഡ് ലിപ്സ്റ്റിക്. ഞാനിപ്പോൾ യൂസ് ചെയ്യണത് ഫേസസ് കാനഡയുടെ ഒരു നാച്ചുറൽ എർത്ത് എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് മൈ ഫൈനൽ ലുക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഫേസസ് കാനഡ ഈ ഷെയ്ഡ് ഒന്ന് കാണിച്ചു തരാം. ഇറ്റ്സ് വെരി പ്രിറ്റി ബ്രൗൺ ഷെയ്ഡ്, വളരെ ഭംഗിയുള്ളൊരു ബ്രൗൺ ആണ്. ദിസ് ഇസ് ദ ഷെയ്ഡ്, ഇറ്റ്സ് വെരി പ്രിറ്റി, ഇറ്റ്സ് നൈസ്, ഒരു നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ ഇന്നത്തെ ലുക്ക്. സോ ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദ ട്യൂട്ടോറിയൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ഒന്നൊരു പ്രൈമറാണ്, സെക്കൻഡ് വൺ ഒരു ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷെയ്ഡ് നിങ്ങളുടെ മുഖത്തിൻ്റെ ഷെയ്ഡ് നോക്കി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് അധികം പ്രോഡക്ട്സ് യൂസ് ചെയ്തിരിക്കുക. ജസ്റ്റ് ഗോ വിത്ത് ലിറ്റിൽ പ്രോഡക്ട്സ് ആൻഡ് ദെൻ പ്രോഗ്രസ് ടു മോർ പ്രോഡക്ട്സ് ഇഫ് യു വാണ്ട്. സോ ഫൗണ്ടേഷൻ ആൻഡ് ദെൻ ദ തേർഡ് വൺ വാസ് ദി ഐബ്രോ പെൻസിൽ. ഒരു ബേസിക് മേക്കപ്പ് മതി എന്നുള്ളവർക്ക് എൻ്റെ ബിഗിനേഴ്സ് മേക്കപ്പ് ലുക്ക് നോക്കാം. സോ അതിൽ ഞാൻ ജസ്റ്റ് കൺസീലറും കോമ്പാക്ട് പൗഡറും അങ്ങനത്തെ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതല്ല, ഐ വോണ്ട് ടു എക്സ്പെരിമെൻറ്റ് മോർ വിത്ത് മേക്കപ്പ്, ഐ വോണ്ട് ടു ഡു മോർ ഓഫ് മേക്കപ്പ് എന്നുള്ളവർക്ക് യു ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ദിസ് വീഡിയോ ആൻഡ് ഡു ദിസ് ആൻഡ് ഡെഫിനറ്റ്ലി സെൻഡ് മീ യുവർ പിക്ചേഴ്സ്. ഐ വുഡ് ലവ് ടു സീ ദം. അപ്പോൾ എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുക, ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് പാലിക്കുക. ആൻഡ് ഐ വിൽ സീ യു സൂൺ ഇൻ അനദർ വീഡിയോ ഓഫ് മൈൻ. ടിൽ ദെൻ